ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരും ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവരും ദൈവവചനം കേൾപ്പാൻ അതീവ തൽപരരുമായ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഓരോ ദിവസവും നമ്മെ ശക്തിപ്പെടുത്തേണ്ടതിന് ദൈവത്തിൻ്റെ വചനം തന്ന് കൃപ തന്ന് കാത്തരുളുന്ന നമ്മുടെ കർത്താവിനെ എത്ര സ്തുതിച്ചാലും മതി വരില്ല. എങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ എളിയവരായ നമ്മൾ ഒരുമിച്ച് ഓരോ അവസരങ്ങളിലും ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ എന്നുള്ള ദൈവവചന പ്രകാരം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, സ്തോത്രത്തോടെ, സ്തുതിയോടെ, മഹത്വത്തോടെ കർത്താവിന് സകല പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് പകലിൽ ദൈവവചനം കേൾപ്പാൻ തൽപരരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് മഹാദൈവത്തിന് മഹത്വം കരയേറ്റിക്കൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവവചനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. സഭാപ്രസംഗിയുടെ പുസ്തകം 11-ാം അധ്യായം 5-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. സഭാപ്രസംഗി 11-ാം അധ്യായം 5-ാമത്തെ വാക്യം. കാറ്റിൻ്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് എങ്ങനെയെന്നും നീ അറിയാത്തതുപോലെ സകലതും ഉണ്ടാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നീ അറിയുന്നില്ല. ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് എങ്ങനെയെന്ന് നീ അറിയാത്തതുപോലെ സകലതും ഉണ്ടാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നീ അറിയുന്നില്ല. എത്ര ഘനഗാംഭീര്യമായിരിക്കുന്ന വാക്യം! എഴുതിയത് ജ്ഞാനിയായ ശലോമോനല്ലേ. ശക്തമായ ദൈവത്തെക്കുറിച്ച് പ്രകീർത്തിക്കുന്ന മനോഹരമായിരിക്കുന്ന വാക്യം. ഈ വാക്യത്തിൻ്റെ കേന്ദ്രീകൃതമായിരിക്കുന്ന കാര്യം കാറ്റിനെക്കുറിച്ചോ ഗർഭിണിയെക്കുറിച്ചോ ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥി ഉരുവാകുന്നതിനെക്കുറിച്ചോ ഒന്നുമല്ല. അതൊക്കെ ഉദാഹരണങ്ങൾ മാത്രം. എന്നാൽ ഈ വാക്യത്തിൻ്റെ ഉള്ളടക്കം ദൈവത്തിൻ്റെ പ്രവർത്തികൾ, സകലതും ഉണ്ടാക്കുന്ന ദൈവത്തിൻ്റെ പ്രവർത്തികൾ നീ അറിയുന്നില്ല. ഞാനൊന്നോടെ പറയട്ടെ, നമ്മളറിയാത്ത ഒരുപാട് ദൈവപ്രവൃത്തികൾ ഈ ലോകത്തിൻ്റെ ചുറ്റുവട്ടത്ത് നടക്കുന്നു എന്നല്ല, നമ്മിൽ നടക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി നടക്കുന്നുണ്ട്. ആ കാര്യമാണ് ഈ വാക്യം ഊന്നിപ്പറയുന്നത്. ഭൂമി ഉണ്ടായതെങ്ങനെയാണ്? ആകാശത്ത് നക്ഷത്രങ്ങൾ താഴെ വീഴാതെ നിൽക്കുന്നത് എങ്ങനെയാണ്? ഈ വകക്കാർ കടലെല്ലാം കൂടി കയറി ഭൂമിയിലെ മുക്കിക്കടയാത്ത എങ്ങനെയാണെന്നുള്ള അതൊക്കെ ദൈവപ്രവൃത്തികൾ തന്നെ. അതല്ല ഇവിടെ ഈ വാക്യത്തിൽ ശലോമോൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞുപോയ ദൈവപ്രവൃത്തികളോ ദൈവം ചെയ്തു വെച്ച കാര്യങ്ങളുടെ മഹാത്ഭുതങ്ങളെ അല്ല ഇത് വർണ്ണിക്കുന്നത്. സാധുക്കളിൽ സാധാരണക്കാരായ ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഈ വാക്യം ഒന്നാമത് എന്നോട് പറഞ്ഞു, ദൈവപ്രവൃത്തികൾ നിന്നിട്ടില്ല എന്ന്. എല്ലാ പരിപാടികളും അവസാനിച്ചിട്ട് 7-ാം ദിവസം സ്വസ്ഥമായിരുന്ന ദൈവത്തെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാം. അങ്ങനെ സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് പിന്നെ അനങ്ങിയിട്ടില്ല എന്ന് പറയുന്നൊരു ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത്. ഇന്ന് ഈ ജൂലൈ മാസത്തിൽ ഇന്ന് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിക്കുമ്പോഴും നാം അറിയാതെ എന്തൊക്കെയോ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമുക്ക് വേണ്ടി നടക്കുന്നുണ്ട്, നമ്മളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഓർത്തോളണം, ദൈവമായ കർത്താവ് ഇന്നും പ്രവർത്തന സജ്ജനാണ്. നമുക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി, പ്രത്യേകാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി. ദൈവപ്രവൃത്തികൾ എങ്ങനെയെന്ന് നാം അറിയുന്നില്ല. ഉരുവായി വരിക എന്ന വാക്കാണ് ഇവിടെ ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥി ഉരുവായി വരുന്നത് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്ന, ഞാൻ കുറച്ചുകൂടെ ഈ വചനത്തെ വികാസമുള്ളതാക്കുകയാണ്. വെറുതെ നടക്കുമ്പോഴല്ല. ശരീരശാസ്ത്രമല്ലല്ലോ ഇതിനകത്ത് ബൈബിൾ എഴുതിയിരിക്കുന്നത്. അതല്ലല്ലോ നമ്മൾ രാവിലെ തോറും ധ്യാനിക്കുന്നത്. ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ച് ഇത്ര നാൾ കഴിയുമ്പോൾ പല്ലുകൾ ഉണ്ടായി വരുന്നു. കാഴ്ചക്കാർക്ക് പിന്നെ വളർത്തുന്നവർക്ക് ഭയങ്കര സന്തോഷമാണ്. എങ്ങനെ 32 പല്ലുകൾ വായിൽ വന്നേ എന്നതല്ല ഇവിടെ പറയുന്നത്. അസ്ഥിയെല്ലാം ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്നില്ല. പിന്നീട് നമ്മുടെ ശരീരത്തിൽ എണ്ണം കൂടുകയോ കുറവൊക്കെ ചെയ്യുന്നതൊക്കെ ശാസ്ത്രീയമായ കണക്കുണ്ട്. അതുമല്ല ഇവിടെ പറയുന്നത്. പിന്നെയോ ഈ വാക്യത്തെ ഞാൻ കുറച്ചുകൂടെ ആത്മീകവൽക്കരിക്കുക. ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചേർന്ന് വരുമ്പോൾ
അവൻ കർത്താവിങ്കിലേക്ക് അടുത്തു വരുമ്പോൾ, ദൈവപുത്രൻ്റെ ചോര കൊണ്ട് വീണ്ടെടുക്കപ്പെടുമ്പോൾ, അവൻ കർത്താവിൻ്റെ കൂട്ടായ്മയിൽ സജീവ പങ്കാളിയാകുമ്പോൾ, വിശുദ്ധന്മാരുടെ നടുവിൽ അവൻ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ, വേദപുസ്തകം വായിക്കുകയും വായിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുകയും ചെയ്യാൻ തുടങ്ങുമ്പോൾ, കർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, കൽപ്പനകൾ അനുസരിക്കാൻ തുടങ്ങുമ്പോൾ, ജീവിതത്തിൻ്റെ പാപവഴികളെ പറിച്ചു മാറ്റിയിട്ട് നൽവഴികൾ തിരഞ്ഞെടുത്ത ആ വഴിയിലൂടെ കാൽച്ചുവടുകൾ വയ്ക്കാൻ തുടങ്ങുമ്പോൾ, അങ്ങനെ ദൈവികമായ കാര്യത്തിലേക്ക് നമ്മൾ ചുവട് മാറ്റുമ്പോൾ നമ്മളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉരുവായി വരുന്നത്. ഹോ, അതാർക്കും പറയാൻ പറ്റില്ല. നിങ്ങൾ കർത്താവിനെ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന വാക്കുകൾ നിങ്ങളൊന്ന് പുറകോട്ട് നോക്കി വിലയിരുത്താമോ? നിങ്ങൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചതിന് ശേഷം എത്ര കാര്യങ്ങളാണ് നമ്മളിൽ ഉരുവായി വന്നത്. എന്നെ സംബന്ധിച്ച് പറയാം, ചിന്താഗതികൾ പോലും, ജ്ഞാനം, വിവേകം, ബുദ്ധി, ഓർത്തിരിക്കാനുള്ള കഴിവ്, പറയാനുള്ള സാമർഥ്യം, ഇതൊക്കെ ഉണ്ടെന്ന് അവകാശപ്പെടുകയല്ല. പക്ഷെ ഞാൻ എൻ്റെ സാക്ഷ്യം പറയുക, ഇതൊന്നുമില്ലായിരുന്നു. 4 ആളുകളുടെ മുമ്പിൽ 2 വാക്കുകൾ കൂട്ടി പറയാൻ അറിയാതെ, ശബ്ദം പോലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പെൺകുട്ടികളുടെ ശബ്ദം പോലെയായിരുന്നു എൻ്റെ ഒരു 10, 14, 15, 16 വയസ്സ് വരെ. വിശ്വാസ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം, കർത്താവിൻ്റെ കൃപയിലേക്ക് എത്തിയതിന് ശേഷം എന്നിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉരുവായി തുടങ്ങി. ഞാൻ അറിയാതെ എന്നെ ഞാനാക്കി മാറ്റാൻ, എന്നെ ഒരു ഉപദേശിയാക്കി മാറ്റാൻ, എന്നെ ഒരു ദൈവവചന ശുശ്രൂഷകനാക്കി മാറ്റാൻ. എത്രയോ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഒരു വാക്കിൻ്റെ അർത്ഥം, രാവിലെ തല്ലുകൊള്ളാതിരിക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും കരഞ്ഞ് ദൈവസന്നിധിയിലിരുന്ന് പഠിച്ചിട്ടും പോവും. ഒരു വാക്കിൻ്റെ അർത്ഥം, മലയാളം വാക്കിൻ്റെ അർത്ഥം. പക്ഷേ സ്കൂളിൻ്റെ പടി കാണുമ്പോൾ എങ്ങോട്ട് പോയെന്നറിയില്ല, ബാഷ്പീകരിച്ചു. ഒറ്റ ചോദ്യത്തിന് ഉത്തരം ഞാൻ സ്കൂളിൽ പറഞ്ഞതായിട്ട് ഇന്ന് വരെ ഓർക്കുന്നില്ല. ഞാൻ എന്നെ തന്നെ കൊച്ചാക്കുകയല്ല, അപമാനിക്കുകയല്ല, എൻ്റെ ഗതികേട് പറയുക. സ്കൂളിൽ പഠിച്ച കാലത്ത് സാറ് ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം പോലും പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. എന്നാൽ ആത്മീകത്തിലേക്ക് വന്നതിന് ശേഷം എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ മനഃപ്പാഠമാക്കി. ആളുകൾ ചോദിക്കുന്ന എത്രയോ ആത്മീക കാര്യങ്ങളുടെ മറുപടി ചോദിക്കുമ്പോൾ തന്നെ പറയാൻ എന്നെ ദൈവം പ്രാപ്തനാക്കി. അയ്യോ, ഞാൻ എൻ്റെ ദൈവത്തെ 1000 നന്ദിയും സ്തുതിയും സ്തോത്രവും കരയറ്റിക്കൊണ്ട് പറയുന്നു. എൻ്റെ യേശുവിനെ കിട്ടിയതിന് ശേഷം ഞാൻ പോലും അറിയാതെ എന്നെ പഠിപ്പിച്ചവരും ഞാൻ എങ്ങനെയെങ്കിലും ഗുണം വരട്ടെ എന്നോർത്ത് എനിക്ക് വേണ്ടി അധ്വാനിച്ചവരെന്നും അറിയാതെ എൻ്റെ മഹാദൈവം എന്നിൽ ഉരുവാക്കിയ എന്തെല്ലാം കൃപകളാണ്. അതിന് കഴിവെന്ന് ഞാൻ പറയുന്നില്ല, ഇപ്പോഴും ഞാൻ കഴിവുള്ളവനാണെന്ന് വിചാരിക്കുന്നില്ല. എത്രയോ കൃപകളാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ പഠിക്കുന്ന മക്കളോട്, പരീക്ഷയൊക്കെ എഴുതി ജയിക്കാൻ വേണ്ടി വല്ലാതെ വ്യാകുലപ്പെടുന്നവരോട്, ജീവിക്കാൻ വേണ്ടി തത്രപ്പെടുന്നവരോട്, ഇനി എന്ത് ചെയ്യുമെന്നോർത്ത് ഭാരപ്പെടുന്നവരോട് ഈ വാക്യം, അധികം ശ്രദ്ധിക്കാതെ പോകുന്നൊരു പുസ്തകമാണ് ഈ പുസ്തകം. അതിനകത്ത് ഇങ്ങേയറ്റത്ത് കിടക്കുന്ന ഈ വാക്യം, കർത്താവിൻ്റെ ആത്മാവ് കഴിഞ്ഞ ദിവസം ഒരു കർത്തൃദാസനുമായിട്ടുള്ള സംഭാഷണത്തിലാണ് ഈ വാക്യം എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഞാൻ ഇന്ന് രാവിലെ ആ വാക്യം എടുത്ത് വെച്ച് ധ്യാനിക്കുമ്പോൾ എന്നിലേക്ക് നോക്കാൻ, നിങ്ങളോടത് പറയാൻ, എന്നിലേക്ക് നോക്കാൻ ദൈവം ആവശ്യപ്പെട്ടു. അതേ ദൈവമക്കളെ, എന്നേക്കാൾ ശ്രേഷ്ഠമായി നിങ്ങൾക്ക് പറയാനുണ്ടാകും. എൻ്റെ യേശുവിനെ അറിഞ്ഞ ശേഷം ഞാൻ പോലും അറിയാതെ, ഇന്നും അറിയില്ല, പലരും ചോദിച്ചാൽ എനിക്കറിയില്ല എവിടെ നിന്നാണ് ഇതൊക്കെ ഉണ്ടായത്. ഞാൻ നിമിത്തം എന്നിൽ, എൻ്റെ കുഞ്ഞുങ്ങളിൽ, ഞാൻ വന്നു പാർക്കുന്ന സ്ഥലത്ത്, ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ, ഇപ്പം ഞാൻ ഇരിക്കുന്ന ഈ കോമ്പൗണ്ടിൽ, ഇതൊക്കെ എങ്ങനെ ഉരുവായി വന്നു. ഉണ്ടായി എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, കിട്ടി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല. തമ്പുരാൻ ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവാകുന്നത് ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ എപ്പോഴാണ്, എങ്ങനെയാണെന്നൊക്കെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ദൈവം തമ്പുരാനെ, അതുപോലെ എത്രയോ കാര്യങ്ങൾ പ്രാർത്ഥനയിൽ, ഉപവാസത്തിൽ, ആരാധനയിൽ, ആത്മീകതയിൽ തുടരുമ്പോൾ എത്രയോ കാര്യങ്ങളാണ് നമ്മിൽ ഉരുവാകുന്നതെന്നറിയോ? അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളെ ആത്മപ്രേരിതനായി നിർബന്ധിക്കുകയാണ്. നാം അറിയാത്ത എന്തൊക്കെയോ ദൈവപ്രവർത്തികൾ ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഉപവാസ പ്രാർത്ഥനയിൽ ഇന്ന് 16ാമത്തെ ദിവസം കർത്തൃപാദപീഠത്തിലിരിക്കുമ്പോൾ, എൻ്റെ ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്നവരെ, ഓൺലൈനിലാണെങ്കിലും ദൂരത്തിരുന്നുകൊണ്ട് വാച്ച് ചെയ്യുന്നവരെ,
ദൈവസന്നിധി പറയാം. എന്തൊക്കെയോ നമ്മളിൽ ഉരുവാകുന്നുണ്ട് കേട്ടോ. ഭയങ്കര സംഭവങ്ങൾ, നാളേക്കുള്ള നന്മകൾ, നിന്നെ നേരെ നിർത്താൻ. അസ്ഥി എന്തിനാ? നേരെ നിർത്താനുള്ളതല്ലേ, ബലപ്പെടുത്താനുള്ളതല്ലേ. ശരീരഘടനയെ രൂപപ്പെടുത്തി തലയെടുപ്പോടെ രണ്ട് കാലയിൽ ഉറച്ചു നിൽക്കാനുള്ളതല്ലേ അസ്ഥി. ആരും കാണുന്നില്ല അത് പുറത്ത്. അപ്പം ഞാൻ ദൈവാത്മാവിൽ പറയാം, നിന്റെ അകത്ത് നിന്നെ നേരെ നിർത്താനുള്ള എന്തോ തമ്പുരാൻ ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഉരുവാക്കുന്നുണ്ട്. അസ്ഥികളില്ലായിരുന്നെങ്കിൽ പ്ലാസ്റ്റിക് ചാക്കിനകത്ത് പകുതി വെള്ളം നിറച്ച് ഒരു മൂലയിലിട്ടിരിക്കുന്നവരെ ബളബളാന്ന് കിടന്നതിനെ ഇറച്ചി മാത്രം. പക്ഷെ എന്നെ നേരെ നിർത്തുന്നത്, എന്നെ മുന്നോട്ട് നടത്തുന്നത്, എന്നെ ഓടിക്കുന്നത്, എന്നെ മുകളിലേക്ക് ചവിട്ടി കയറുമാറാക്കുന്നത് എൻ്റെ അകത്തുള്ള അസ്ഥിയല്ലേ. അപ്പം അതുകൊണ്ട് ആത്മീക വ്യാഖ്യാനം തന്ന് ഞാൻ അവസാനിപ്പിക്കാം. പ്രാർത്ഥിക്കുന്നവൻ്റെ ഉള്ളിൽ അവനെ മുകളിലേക്ക് ചവിട്ടിക്കയറാൻ, അവനെ ശക്തനാക്കി എഴുന്നേറ്റ് നിർത്താൻ, അവനെ മുന്നോട്ട് കാൽച്ചുവടുകൾ വയ്ക്കാൻ, അവനെ ഓടി ചിലതിൻ്റെ മുമ്പിൽ കയറാൻ അസ്ഥികൾ ഇല്ലാതെ പറ്റില്ല. നിൻ്റെ അകത്ത് നിന്നെ വിജയതാരമാക്കാൻ എന്തോ ഉരുവായി വരുന്നുണ്ട് കേട്ടോ. ഉരുവായി വരുന്നുണ്ട്. നാം അറിയാതെ ചിലത് ഉരുവായി വരുന്നുണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മളിൽ ചിലത് ദൈവം ഉരുവാക്കുന്നുണ്ട്. ദൈവം ഒരാൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പോലല്ല മറ്റൊരാൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. നാം അറിയാതെ ദൈവപ്രവർത്തികൾ നമ്മിൽ നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്ക്. ഈ ദിവസങ്ങളിൽ, ഈ ജൂലൈ മാസത്തിൽ എന്തൊക്കെയോ നിന്നിൽ ദൈവം ഉരുവാക്കുന്നു. നിന്നെ കരുത്തനാക്കാൻ, ജയാളിയാക്കാൻ, കഴുത്ത് നേരെ നിൽക്കാൻ, തല ഉയർത്തിപ്പിടിക്കാൻ, വടയാതെ നിൽക്കാൻ എന്തോ നിന്നിൽ ഉരുവാക്കുന്നുണ്ട്. വിശ്വസിക്ക്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ ഞങ്ങളാക്കാൻ ഞങ്ങൾ പോലും അറിയാതെ അങ്ങയുടെ സന്നിധിയിലിരിക്കുമ്പോൾ ഞങ്ങളിൽ അങ്ങ് ഉരുവാക്കുന്ന അസാധാരണത്വത്തിനായി നന്ദി. ഇത് കേൾക്കുന്നവരിലൊക്കെ, പ്രത്യേകിച്ച് പ്രാർത്ഥനകളിൽ ഈ ദിവസങ്ങൾ ഉറ്റിരിക്കുന്നവരിൽ, എൻ്റെ പൊന്നു കർത്താവ്, ഞങ്ങളെ മുന്നോട്ട് ഓടിക്കാനുള്ളത് ആ കരുത്തിനും ശക്തിക്കും വേണ്ടത്, ഞങ്ങളുടെ രൂപത്തിനും രൂപാന്തരത്തിനും വേണ്ടത് ഞങ്ങളറിയാതെ ഞങ്ങളിൽ ഉരുവാക്കുന്ന വിവരം ഇന്ന് ഞങ്ങളെ അറിയിച്ചതിന് നന്ദി. ഞങ്ങളത് വിശ്വസിക്കുന്നു. അതുപോലെ ഞങ്ങളായിത്തീരും. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.